ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ ചിക്കൻ കറിയാണ്. മലബാർ സ്റ്റൈൽ ചിക്കൻ കറി. ഈ ചിക്കൻ കറിക്ക് ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെ വെച്ചാൽ രണ്ട് വറ്റൽമുളക്, ഒരു അഞ്ചാറ് ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം, ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, പിന്നെ പട്ട വേണം, പിന്നെ ബേ ലീഫ് വേണം, പിന്നെ തക്കോലം വേണം. അതിന്റെ കൂടെ നമ്മളൊരു അഞ്ചെട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു വലിയ വെളുത്തുള്ളി എടുത്ത് തൊലി കളഞ്ഞത് എല്ലാം കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു 6 സവാള നന്നായിട്ട് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് കൂടുതലുള്ള ചിക്കനാണ്, അതായത് 1 കിലോ 500 ഗ്രാം ചിക്കനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 6 സവാള നമ്മൾ ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ രണ്ട് തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് വേണം വയ്ക്കാൻ. ഇനി നമ്മൾ എടുത്തു വെച്ചുള്ള ഇഞ്ചി, വെളുത്തുള്ളി ആം, എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അതായത് ചതച്ചെടുത്താൽ മതി. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ഒരു ചെറിയ ഒരു അങ്ങനെ തരിതരി വരണം. അങ്ങനെ വരുന്ന രീതിയിൽ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച ആ മസാല എല്ലാം കൂടി നമ്മളൊന്ന് ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് അരക്കുന്നില്ല, അതാണ് ഇതിന്റെ സ്പെഷ്യൽ. നമ്മൾ അരച്ചെടുക്കുന്നതിന് പകരം നന്നായിട്ട് ചതച്ചിട്ടാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും, കുറച്ച് പുതിനയിലയും, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ വേണ്ടത് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കുറച്ച് നല്ലോണം വേണം. കാരണം ആ ഫ്ലേവർ നമ്മൾ ഇതിലേക്ക് വരുന്ന രീതിയിലാണ് സാധനം ഉണ്ടാക്കുന്നത്. അരച്ചു വെച്ചിട്ടുള്ള നമ്മൾ ഇതിന്റെ കൂടെ നമുക്ക് എന്തുണ്ട്, നമ്മൾ അരച്ചു വെച്ചിട്ട് ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം ഇപ്പോൾ നമ്മളിതിൽ എന്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. സൺഫ്ലവറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം സവാള നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അങ്ങനെ സവാള നന്നായിട്ട് മൂത്ത് റെഡി ആവുന്ന സമയത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, മാറ്റി എടുത്തു വെക്കണം. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തേക്കുക. നമ്മൾ അവസാനമാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞു വരും. അതായത് അത് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, മസാലയിലേക്ക് ഇടുക. ഈ മസാല ആ എണ്ണയ്ക്ക് ഇട്ടിട്ട്, ആ എണ്ണയിൽ തന്നെയാണ്, ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അത് പോഞ്ഞൊരു കോമണം വരും. അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാൻ പറയുന്നത്. നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് ആ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ സവാള അതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാം. വേണമെങ്കിൽ കുറച്ച് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എണ്ണ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക, കൂടുതൽ ഒഴിക്കേണ്ട.
കുറച്ച് എണ്ണ മാത്രം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയമാവുന്ന സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടി, അതായത് 2 ചെറിയ സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ പൊടി ഇടുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മുടെ ബാക്കിയുള്ള ഓരോരോ പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഈ വിഭവത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അതിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല എന്നുള്ളതാണ്. മല്ലിപ്പൊടി ചേർക്കാത്ത ഒരു ഇതാണ്. ഇതൊരു അറബിക് ടച്ച് ഉണ്ട്, അതുകൊണ്ടാണ് ഇതിൽ മല്ലിപ്പൊടി അധികം ചേർക്കുന്നില്ല. ഒരു സ്പൂൺ മുളക് പൊടി, അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. അത് കഴിഞ്ഞ് ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടി ഇപ്പം തന്നെ നമ്മൾ ചേർക്കുകയാണ്. ഒരു വലിയ സ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. കാരണം 1 കിലോ 500 ഗ്രാം ചിക്കൻ ഉണ്ട്. അതിനനുസരിച്ചുള്ള ഉപ്പിന്റെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചേർക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ ചിക്കൻ പീസ് ഉണ്ടല്ലോ, ചിക്കൻ പീസ് അതിലേക്ക് ഇടുക. ചിക്കൻ പീസ് ഞാൻ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. കുറച്ച് ചിക്കൻ്റെ പീസ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഉള്ളിലുള്ള ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ പോകുന്നോട്ടെ നേരത്തിൽ കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഉപ്പ് കലക്കിയിട്ട് ആ വെള്ളത്തിൽ മുക്കിയിടുക. ആ ചിക്കൻ കുറേയും കൂടി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ വെള്ളം പാർന്നിട്ടില്ല. വെള്ളം പാറാതെ തന്നെ ഇത് തന്നെ നന്നായിട്ട് എല്ലാം കൂടി ഇതാക്കി ഒന്ന് ഒത്തി വെച്ച് കൊടുക്കുക. നമ്മളെല്ലാം കൂടി നിങ്ങളൊന്ന് അടക്കി ഒതുക്കി വെച്ചു കഴിഞ്ഞാൽ ആവി ഇങ്ങനെ മുകളിലേക്ക് കയറണം. എന്നിട്ട് പതുക്കെ കുറച്ച് വെള്ളം സൈഡിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, വളരെ കുറച്ച് വെള്ളം.
അതൊന്ന് നന്നായിട്ട് വേവട്ടെ. അതൊന്ന് ചെറുതായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ ഐറ്റം നമ്മൾ മല്ലിയില ഇടാൻ പോവുകയാണ്. മല്ലിയില ഇടുന്നതിന് ഇതുണ്ട്, നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടല്ല മല്ലിയില ഇടുന്നത്. മല്ലിയില കുറച്ച് വലുതാക്കി, വലിയ കഷ്ണം മല്ലിയും പുതിനയും കൂടി കുറച്ച് വലുതാക്കിയിട്ട് ഇടണം. കാരണം നമ്മളത് ഇളക്കിയിട്ട് അതിന്റെ അടിയിലിട്ടിട്ട് ആ മല്ലിയിലയുടെയും പുതിനയുടെയും ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ആ ചിക്കനിലേക്ക് കയറണം. നമ്മൾ കുറച്ച് വലുതാക്കി ഇടുക. എന്നിട്ട് നമ്മൾ ഉള്ള ചിക്കൻ മുഴുവനായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഈ മല്ലിയിലൊക്കെ അതിന്റെ അടി പോകണം. എന്നിട്ട് ഈ മല്ലിയിലയും പുതിനയിലയും കൂടി ആ ആവിയിൽ കിടന്നിട്ട് ആ ചിക്കനിലേക്ക് ആ ഫ്ലേവർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കിയിട്ട് എല്ലാ മല്ലിയിലയും പുതിനയിലയും അടിയിലാക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാ ചിക്കനും നമ്മളൊന്ന് പൊത്തി വെച്ച് കൊടുക്കണം. കാരണം നമ്മൾ ആ ആ ആവി ഉണ്ടല്ലോ, അതായത് ആ ഒരു ഇതിന്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, ഒരു 4 സ്പൂൺ തൈര് ഒഴിക്കണം. 4 വലിയ സ്പൂൺ തൈരാണ് അതിൽ ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ അത് കഴിഞ്ഞ് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വേണമെങ്കിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആ ഫ്ലേവർ വരുന്ന രീതിയിൽ നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ മല്ലിയിലൊക്കെ പൊളിക്കും നല്ല വെന്തിട്ട് ആ ഫ്ലേവറൊക്കെ അതിലൂടെ നല്ല പിടിച്ചിട്ടുണ്ടാവും. വീണ്ടും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെ വാങ്ങുന്നതിന്റെ തൊട്ട് മുൻപ് നമുക്ക് എന്ത് ചെയ്യണം അറിയും, നമ്മൾ ആ ആദ്യം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ആ സവാള, നല്ല ബ്രൗൺ കളറായിട്ടുള്ള സവാള നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് നെയ്യ്, ഞാൻ മിൽമയുടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഏത് നെയ്യ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഒരു 2 സ്പൂൺ നെയ്യും കൂടി അതിൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മളതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് എടുത്തു മാറ്റി കുറച്ച് കഴിഞ്ഞാൽ നല്ല കിടിലൻ മലബാർ സ്റ്റൈൽ ചിക്കൻ കറി തയ്യാർ.